ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലത്തെ സ്റ്റാറ്റസ് എങ്ങനെ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കിടിലൻ വാട്സപ്പ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജി വീഡിയോസ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും ഓപ്പൺ ആയി വരിക. അപ്പോൾ ഇവിടെ കാണുന്ന പെർമിഷൻ അലോ ചെയ്യുക. ഇനി താഴെ കാണുന്ന ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലെ എല്ലാ മ്യൂസിക്കും ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ആവശ്യമായ സ്റ്റാറ്റസിന് ആവശ്യമായ ഏതാണോ മ്യൂസിക് അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോണിലെ എല്ലാ മ്യൂസിക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ മുകളിൽ കാണുന്ന ഈ 4 വരയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന ലൈബ്രറി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ആൽബംസ്, ഫോൾഡേഴ്സ് എന്നൊക്കെ ഒരു ഓപ്ഷൻ വരും. നമുക്കിവിടെ ആൽബം ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള മ്യൂസിക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുവാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു മ്യൂസിക് സെലക്ട് ചെയ്തു. ഇനി മുകളിൽ കാണുന്ന ഈ 4 വരയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് വിഷ്വലൈസർ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്പെക്ട്രം ചേഞ്ച് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഡിസൈൻ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോട്ടോയൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന ഈ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 2-3 ഇമേജിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഇമേജ്, അതായത് ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആയിട്ട് കാണുന്ന ഇമേജ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കസ്റ്റം ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് പിക്ക് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിലെ ഏത് ഫോട്ടോയാണോ സെറ്റ് ചെയ്യേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയായിട്ട് സെറ്റ് ചെയ്യേണ്ടത്, ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു, എൻ്റെ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മുടെ ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇവിടെ കാണാൻ കഴിയും, കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലല്ല ഇതിനകത്തും നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാൻ കഴിയും. അതിനായിട്ട് നമുക്ക് മുകളിൽ കാണുന്ന ആ പെൻസിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ മൂന്നാമതായിട്ട് കാണുന്ന ഈ ഇമേജ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കസ്റ്റം ഇമേജ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. താഴെ കാണുന്ന പിക്ക് ഇമേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഫ്രണ്ടിൽ ഏത് ഫോട്ടോയാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിലും ഫ്രണ്ടിലും എല്ലാം ഒരേ ഫോട്ടോയാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് വെച്ചിട്ടും ഇഷ്ടപ്പെട്ട ഡിസൈൻ വെച്ചിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടി മുകളിൽ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴെ തന്നെ കാണുന്ന എക്സ്പോർട്ട് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ഫോണിലേക്ക് സേവ് ആവും. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന സോങ്, ഈ സ്റ്റാറ്റസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സോങ് ഒരു ഷോർട്ട് ആയിട്ടുള്ള സോങ് ആയിരിക്കണം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എക്സ്പോർട്ട് ആകാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം.